ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീട്ടിൽ പോയിട്ട് തിരികെ വരുന്ന രേവതി സച്ചി വീട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങളെല്ലാം തന്നെ രവിയോടായിട്ട് തുറന്നു പറയുകയാണ്. എന്നാൽ ഇതെല്ലാം തന്നെ വലിയൊരു പ്രശ്നമുണ്ടാക്കിയാണ് നമ്മുടെ സച്ചി തിരികെ വരുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിച്ചത്? മര്യാദയ്ക്ക് പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ അങ്ങോട്ടേക്ക് വിട്ട്, ഇപ്പൊ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, നീ എന്ത് സ്വഭാവമാണ് സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഒരുപാട് വഴക്ക് പറയുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് സച്ചി തന്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ന്യായീകരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവി അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. രവി പറയുന്നുണ്ട്, നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തിനാ ഇങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി, നിന്നെ എനിക്ക് കൺമുന്നിൽ കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ സച്ചിക്കിട്ട് ഒരു ചെറിയ തള്ളും കൊടുത്തിട്ടാണ് പോകുന്നത്. രവി പോയി തൊട്ടു പുറകെ തന്നെ രേവതിയുടെ അടുക്കളയിലേക്ക് പോയിക്കുന്നത് കണ്ടുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് സച്ചി. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയാകട്ടെ രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് പോവുകയാണെന്നുള്ള സന്തോഷത്തിലാണ്. ചന്ദ്രയും മനസ്സ് ചിന്തിക്കുകയാണ്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ആ പൂക്കാരി ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കും, ആ പൂക്കട അത് പൊളിച്ചു മാറ്റാൻ സാധിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ രേവതിയുടെ അടുത്തേക്ക് സച്ചി രേവതിയോടായിട്ട് പറയുന്നത്, നീ എന്ത് കാര്യത്തിലാണ് അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കാര്യം തുറന്നു പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിക്കുന്നത്, ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ ഇനിയും തുറന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ചധികം സത്യങ്ങൾ തുറന്നു പറയാറുണ്ട്, ഞാനതൊക്കെ പറയട്ടെ എന്ന് നമ്മുടെ സച്ചി ദേഷ്യപ്പുറത്ത് പറയുന്ന സമയത്ത് രേവതി പറയുകയാണ്, പറയൂ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിങ്ങൾ സത്യങ്ങൾ എന്താ തുറന്നു പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ചിന്തിക്കുകയാണ്, രേവതി ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതൊന്നും നിനക്ക് താങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നോട് സത്യങ്ങൾ തുറന്നു പറയുകയുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്നെ പറയുകയാണ്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എപ്പോഴും ഞാനല്ലേ ചീത്തവൻ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും നല്ലവർ, അതേ രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. സച്ചിയുടെ സംസാരം നല്ല രീതിയിൽ തന്നെ രേവതിയെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രീകാന്തിന്റെ വർഷയുടെ മുറിയിലായിട്ട് വർഷ വന്ന ഉടനെ തന്നെ കട്ടിലേക്ക് കയറി കിടക്കുകയാണ്. ഇത് കാണുന്ന ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വർഷ എന്താ വന്ന ഉടനെ തന്നെ കിടക്കുന്നത്, നീ ഒന്ന് ഫ്രഷ് ആകാൻ പാടില്ലായിരുന്നു ചോദിക്കുന്ന സമയത്ത്, അല്ല ശ്രീകാന്ത് ഇപ്പൊ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കല്ലേ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ വർഷ മറുപടി പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് 2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പാടില്ല, എന്തിനാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, ശ്രീകാന്ത് ഈ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്, അമ്മ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു, അമ്മ ദേ എനിക്കിത് തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ ടൂർ പാക്കേജിന്റെ ടിക്കറ്റ് നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്ട്. എന്നിട്ട് അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷ എന്ന് ചോദിക്കുന്ന സമയത്ത്, അച്ഛനും അമ്മയ്ക്കും വർഷാവർഷം ഇതുപോലെ ടൂർ പാക്കേജ് പോകുന്നുണ്ട്, ഇത്തവണ അവർ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മളോട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന്റെ മുഖം വല്ലാതാവാണ്ട്. കൂടുതൽ തന്നെ വർഷ പറയുകയാണ്, അല്ല എന്തായാലും 2-3 ദിവസം നമുക്കൊരു ലീവ് പോലെ എടുക്കാം, അതാകുമ്പോൾ നമുക്കൊന്ന് റിലാക്സും ആവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വേണ്ട വർഷം എന്തായാലും 2-3 ദിവസം ലീവ് ഒന്നും എനിക്ക് പറ്റില്ല, കാരണം ഇപ്പൊ ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, അവിടുത്തെ ഓണറാണെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ടാണ് ഒരുപാട് ഓർഡർ എടുത്തിരിക്കുന്നത്, ഞാൻ ലീവ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ ഉടമ നീയാണെന്ന് തോന്നുമല്ലോ എന്നൊക്കെ വർഷ പറയുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓണറായാലും ജോലിക്കാരനായാലും അത് നമ്മൾ ചെയ്യുന്ന ജോലി നല്ല ആത്മാർത്ഥത ഉണ്ടായിരിക്കണം വർഷ, അത് അങ്ങനെ വേണം ചെയ്യാൻ എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വർഷയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നു തുടങ്ങുന്നത്. വർഷ പറയുന്നുണ്ട്, അതിന് എപ്പോഴും നിന്നോട് ലീവ് എടുക്കാമെന്നും പറഞ്ഞില്ല, 2-3 ലീവൊക്കെ ഓണറൊക്കെ തരും, നീ ഒന്ന് ചോദിച്ചു നോക്ക്, അമ്മ ഇത്ര അധികം സ്നേഹത്തോട് കൊണ്ട് തന്നല്ലേ, നമുക്ക് എന്തായാലും പോയാൽ മതിയാവുള്ളൂ ശ്രീകാന്തിനൊക്കെ വർഷ വാശി പിടിച്ച് പറയുന്ന സമയത്ത്, എനിക്ക് നിന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിവില്ല എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ നിന്റെ അമ്മ ഇങ്ങനെ ഒരു ടിക്കറ്റ് നിന്റെ കൊണ്ട് തന്നത്, ഞാൻ എന്തായാലും വരികയില്ല എന്ന് ശ്രീകാന്ത് പറയുന്ന സമയത്ത്, എന്തിനാ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയ ടിക്കറ്റ് അല്ലേ, നിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെലവ് എടുക്കണ്ട, എല്ലാം ഫ്രീ ആണെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്ന സമയത്ത് ശ്രീകാന്ത് വീണ്ടും പറയുന്നുണ്ട്, അപ്പൊ നിന്നെ പോറ്റാനും നിന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്, അതായത് മറ്റൊരാളുടെ ചെലവിൽ വേണം നിന്നെ ഞാൻ പോറ്റാൻ എന്നല്ലേ നീ പറഞ്ഞു വരുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്ന സമയത്ത്, എന്തിനാ ശ്രീകാന്ത് ഇങ്ങനെ വളച്ചിരട്ടി ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് വർഷ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് എന്തായാലും കിട്ടിയ ടിക്കറ്റിൽ നീ കളയണ്ട, നീ തന്നെ പോയി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് വഴക്കിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. വർഷയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ കലിപ്പടിച്ചതിനെ കട്ടിലേക്കിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സച്ചി ടെറസിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ, കാരണം നമ്മുടെ രേവതിയായിട്ട് പിണക്കത്തിലാണല്ലോ, എന്തൊക്കെ പറഞ്ഞിട്ട് എന്നാ തുറന്നു പറയാം, എല്ലാം തുറന്നു പറയാമെന്ന് മനസ്സിലുണ്ടെങ്കിലും അത് രേവതിയെ വല്ലാതെ വിഷമിപ്പിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചിയോട്ട് തുറന്നു പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതിയോട് വഴക്കിട്ടിട്ട് ശ്രുതി ടെറസിന്റെ മുകളിലേക്ക് വരുന്നിട്ടോ.
സുധി വരുന്ന കാണുമ്പോൾ തന്നെ സച്ചി അതിശയത്തിനോട് നോക്കിയിട്ട് പറയാം, നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല റൂമിൽ ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതെന്ന് പറയുമ്പോഴത്തേക്കും, അതിന് നിന്റെ മുറിയിൽ AC ഉണ്ടല്ലോ എന്ന് സച്ചി ചോദിക്കാറുണ്ടോ. അല്ല, AC കൊണ്ട് തണുപ്പിക്കാൻ പറ്റിയ ചൂടൊന്നും അല്ല മനസ്സിൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല സച്ചി, എന്തായാലും ഇവിടെ വന്ന് ഞാൻ കിടക്കാം, നീ ഇവിടെ ഉണ്ടാവും ഞാൻ ഓർത്തില്ല, നീ എന്താ ഇവിടെ, നിനക്ക് ഹാളിൽ രേവതിയൊപ്പം കിടന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത്, എനിക്ക് അവിടെ ഹാളിൽ ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സച്ചിയും കള്ളം പറയാം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധി പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ചൂട് കാരണം ടെറസിന്റെ മുകളിലേക്ക് നീ ഇവിടെ കിടന്നോ, ഞാനിപ്പറയും കിടക്കാം, വേണമെങ്കിൽ നമ്മുടെ നടുക്കായിട്ടൊരു കയറും കൂടെ കെട്ടാമെന്നൊക്കെ സുധി പറയുമ്പോഴത്തേക്ക്, കയറ് എന്നെ കൊണ്ടൊന്ന് പറയരുത് കേട്ടോ, നീ എന്ത് ഇവിടെ വന്നിട്ട് അതിർത്തി നിശ്ചയിക്കുവാണോ എന്നൊക്കെ സച്ചി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത്, സച്ചി ഒന്നാമതേ ഞാൻ ദേഷ്യത്തിലാണ്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കുന്നതെന്ന് നമ്മുടെ സുധി മറുപടി പറയാണ്. അതിനുശേഷം സുധി വീണ്ടും പറയാണ്, എന്തായാലും ചൂട് കാരണം നമ്മൾ റൂമിന് പുറത്തായി, ശ്രീകാന്ത് എങ്ങനെ നല്ല രീതിയിൽ കിടക്കട്ടെ എന്നൊക്കെ സച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രീകാന്തിന്റെ കയ്യിലും ഇതുപോലെ തന്നെ തലേണയും പായുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി ചിരിച്ചോട് തന്നെ സുധീനെ തോണ്ടുകയാണ് കേട്ടോ. സുധി എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കുന്ന നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും, ശ്രീകാന്തിന്റെ നിപ്പ കാണുമ്പോഴത്തേക്കും സുധിയും ഭയങ്കര അതിശയത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് വരുന്ന കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്ന, എടാ ഞങ്ങളെപ്പോലെ തന്നെ റൂമിൽ നിനക്കും ചൂടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ സച്ചിയേട്ടാ, മുറിക്കകത്ത് ഭയങ്കര ചൂട്, ഒന്നും മര്യാദയ്ക്ക് കടന്നുറങ്ങാനേ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ശ്രീകാന്തും കള്ളം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവരെ തമ്മിൽ സംസാരിച്ച് അവസാനം 3 പേര് ഭാര്യമാരാണ് പ്രശ്നക്കാരെന്ന് 3 പേരും തന്നെ പറയുകയാണ്. അതായത് ശ്രീകാന്ത് സുധിയോടായിട്ട് പറയുകയാണ്, കല്യാണത്തിന് മുന്നേ എന്ത് നല്ലവളായിരുന്നു വർഷ, ഇപ്പൊ കണ്ടില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് സുധിയും പറയാണ്ട്, അതെ കല്യാണത്തിന് മുന്നേ സുധി എന്ത് പാവാണെന്നറിയോ, ഞാൻ എന്ത് പറഞ്ഞാലും സുധി ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കുകയോ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഈ പെണ്ണുങ്ങളെല്ലാം ഇതേ കണക്കിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സുധിയും പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുകയാണ്, നിങ്ങൾക്ക് പിന്നെ കല്യാണത്തിന് മുന്നേ എങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ കല്യാണത്തിന് ശേഷമാണ്, ഈ പെണ്ണുങ്ങളൊക്കെ ഒരേ കണക്കാണ്, എൻ്റെ രേവതി ഇതേ കണക്കൊക്കെ തന്നെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, രേവതി ചേച്ചിന് വെറുതെ കുറ്റം പറയരുത് സച്ചിയേട്ട, എന്തെങ്കിലും ഒരു തെറ്റ് സച്ചിയേട്ട ഭാഗത്തും ഉണ്ടാവും എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത്, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണ് നിന്റെ ഭാര്യ നിന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് സച്ചി ചോദിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ചമ്മല് കാരണം ശ്രീകാന്ത് പറയുന്ന, അങ്ങനെയല്ല ഏട്ടാ, ചിലപ്പോൾ പെണ്ണുങ്ങളുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 3 പേരും തമ്മിൽ കല്യാണത്തിന് ശേഷം ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തൊക്കെ പ്രശ്നമാണോ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ സുധി പറയാണ്, എടാ സച്ചി നീ വെള്ളടി നിർത്തി ചോദിക്കുന്ന സമയത്ത്, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്തു വരുമെന്ന് സച്ചി മറുപടി പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്കും, സത്യങ്ങളോ അതിന് ഇത്രമാത്രം നീ എന്താ മനസ്സിൽ മൂടി വെച്ചിരിക്കുന്ന സുധി ചോദിക്കുമ്പോഴത്തേക്കും, പോടാ നീ നിന്റെ പാട്ടിന് പോടാ എന്ന് സച്ചി മറുപടി പറയുകയാണ്. വേഗം തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല സച്ചേട്ടാ ഈ ഒരു മൂഡിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധിയും പറയാണ്ട്, എനിക്ക് ശരിക്കും അടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത്, കുപ്പി ഒന്നും മേടിച്ച് അടിക്കൊന്നും വേണ്ട എന്ന് സച്ചി പറയുന്ന സമയത്ത്, പിന്നെന്താ നമ്മളെ ഭാര്യമാരാണ് അടിക്കേണ്ടതെന്ന് നമ്മുടെ സുധി ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിയും ശ്രീകാന്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാല് തമ്മിൽ കൂട്ടിയിരിക്കും, നീയാണ് ശ്രുതിനെ തല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിനക്കെന്നെ അറിയാൻ പാലഞ്ഞിട്ടാണ് ഞാനിന്ന് ചൂടായ വർത്തമാനം പറഞ്ഞത്, ശ്രുതി അവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ വലിയ വീരവാദം പറയാനുണ്ട് നമ്മുടെ ശ്രുതി. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, നമ്മളൊട്ട് ചെയ്യാനും പോകുന്നില്ല, പക്ഷേ ശ്രുതി അവളെ നീ പേടിക്കണം, അവൾ നല്ല കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, മാത്രമല്ല രേവതിനെ തല്ലാനും എനിക്ക് ചെറിയൊരു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ചേട്ടൻ രേവതി ചേച്ചിന് പേടിയാണല്ലേ, എന്തായാലും ആ ഒരു പേടിയുള്ള നല്ലതായി, എനിക്ക് വർഷേനും ചെറുതായിട്ടൊക്കെ പേടിയുണ്ട്, അവളെ ഈ കാണുന്ന പോലെയൊന്നും അല്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് മറുപടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയാണ്, ഏട്ടാ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ എന്ത് ഭംഗിയായിരുന്നു നമ്മുടെ സുധി മറുപടി പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നത്, പണ്ട് നമ്മുടെ അച്ഛനും അമ്മയെ വഴക്കുന്ന സമയത്ത് നമ്മൾ 3 പേരും ടെറസിൽ വന്നിരിക്കുകയാണ്, എന്നിട്ട് ഇതുപോലെ കളിയും ചിരിയും ഒക്കെ ഭയങ്കര നല്ല സന്തോഷത്തോടു കൂടിയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ സുധിയേട്ടന് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എവിടെ തൊട്ടാലും ഭയങ്കര ഇക്ലിയാണ്, എണ്ണതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് സച്ചിയോട് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുകയാണ്, ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, മാത്രമല്ല നീ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്നെ താഴ്ത്ത് കൊണ്ട് കടത്തിയിരുന്നത് ഞാനല്ലേ എന്നെ സച്ചി പറയുന്ന സമയത്ത് സ്നേഹത്തോടുകൂടി തന്നെ സച്ചിൻ്റെ ഒരു നോട്ടൊക്കെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി പറയുകയാണ്, പിന്നെ എനിക്ക് ഇക്ലിയൊന്നുമില്ല, അതൊക്കെ പണ്ടത്തെ കാലത്ത്, അതൊക്കെ ഇപ്പോഴും വരാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത്, ആണോ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വേഗം നിന്ന് സുധീനെ ഇക്കള് കൂട്ടുകയാണ്. ഇതാണെങ്കിലോ ടെറസ് മുഴുവനും ഓടി നടക്കുന്ന എന്നിട്ട് സച്ചിനോട്, സച്ചി രക്ഷിക്കട ഇവനൊന്ന് മാറ്റി നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി ഇവർ തമ്മിലുള്ള ഇങ്ങനെ കളിയൊക്കെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ 3 പേരും നല്ല അടിപൊളി വൈബോട് കൂടി തന്നെയാണ് ടെറസിന്റെ മുകളിൽ കിടക്കുന്നത്. ഇതേ സമയം തന്നെ അടുക്കളയിൽ നമ്മുടെ രേവതി ഉറക്കം വരാത്തതുകൊണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്.
വർഷ വന്നിട്ട് രേവതി ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ, പണിയൊന്നും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ല വർഷ, എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഒരു ചായ ഇട്ട് കുടിക്കാന്ന് വിചാരിച്ച് വന്നാണെന്ന് മറുപടി പറയുകയാണ്. വേഗം തന്നെ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി എന്നാൽ എനിക്കൂടെ ഒരു ഗ്ലാസ് ചായ തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെയല്ലേ വർഷ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി, ശ്രീകാന്ത് എന്നോട് വഴക്കിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ വർഷ ഉവ്വ എന്ന് മറുപടിയും പറയുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിലിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ വർഷ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ചേച്ചി, ശ്രുതിച്ചേട്ടനും വഴക്കുണ്ടാക്കി മുകളിലേക്ക് പോയോ, ടെറസിന്റെ മുകളിലേക്ക് പോയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉവ്വ, ശ്രുതിയും എന്നോട് വഴക്കിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയാട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും സച്ചിയും പറഞ്ഞ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ താഴത്ത് അടുക്കളയിൽ നിന്നുകൊണ്ട് നമ്മുടെ വർഷയും ശ്രുതിയും സംസാരിക്കുക. അതായത് കല്യാണത്തിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഭർത്താക്കന്മാർ കേൾക്കുമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ഷമ പറയണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും വർഷയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുകയാണ് കല്യാണത്തിന് മുന്നേ എന്ത് രസമായിരുന്നു, വെളുപ്പിന് എഴുന്നിട്ട് പൂക്കൾ മേടിക്കാൻ പോകുന്നു, അതിനുശേഷം വീട്ടിൽ വന്ന് പൂമാല കെട്ടുന്നു, രാത്രിയാകുമ്പോൾ അച്ഛൻ വന്നതിന് ശേഷം വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നതെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത് നമ്മുടെ വർഷയും അതേ രീതിയിൽ തന്നെ സംസാരിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നു ചേച്ചിയുടെ കല്യാണത്തിന് മുന്നേയും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് പതറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ സന്തോഷത്തിലായിരുന്നു എന്ന് ശ്രുതി കള്ളം പറയുകയാണ് കേട്ടോ. അതിനുശേഷം 3 പേരൂടെ ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷ പറയുകയാണ് എന്തായാലും നമ്മുടെ 3 പേര് ഭർത്താക്കന്മാർ പിണക്കത്തിലായി നന്നായി, അതുകൊണ്ടാണല്ലോ നമുക്കിടയിൽ ഇത്ര നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും വർഷയും രേവതിയോട് പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.